നമസ്കാരം. ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ വാളകം എന്ന ഒരു മനോഹരമായ ദേശത്താണ്. നമ്മൾ വിരുന്നിൻ്റെ ടീം ഇപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം 22 പരം വർഷമായി പാരമ്പര്യ ചികിത്സയിലൂടെ അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ചികിത്സ നൽകി അവരെ പുതുജീവിതത്തിലേക്ക് ആനയിച്ച ഒരു വ്യക്തിത്വം. ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ മികവ് തെളിയിച്ച അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ചുരുക്കം ചില സ്ത്രീ വൈദ്യന്മാരുണ്ട്. വൈദ്യ എന്ന് പറയും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. ഇദ്ദേഹത്തെ നമുക്ക് മറ്റുള്ള പല മേഖലകളിലും സാമൂഹിക, സാംസ്കാരിക, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മികവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഗവൺമെൻറ് ഓഫ് കേരളയുടെയും അതുപോലെ തന്നെ ജില്ലാ മിഷൻ്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. പറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴ വാളകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തക കൂടിയായിട്ടുള്ള ശ്രീ ഹീര മേഡത്തെയാണ്. വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഹീര മേഡത്തെ വിരുന്നിലേക്ക്. നമസ്കാരം. മാഡം, ആദ്യം തന്നെ വളരെയധികം സന്തോഷം. കാരണം പാരമ്പര്യ ചികിത്സ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയും പ്രത്യേകിച്ച് PCOD പോലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വളരെയധികം റിസൾട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? ഏകദേശം 22 പരം വർഷമായില്ലേ? അപ്പച്ചന്റെ അമ്മ പാരമ്പര്യ വിഷകാരിയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പച്ചനും കുഴമ്പ് എണ്ണയൊക്കെ അപ്പച്ചനും ഉണ്ടാക്കുമായിരുന്നു. അപ്പച്ചൻ ഒടിയനെ മാറ്റുന്ന ഒരാളായിരുന്നു. അപ്പച്ചനൊക്കെ പോയി. പക്ഷെ നമുക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. പണ്ട് നമ്മളൊരു 22 വർഷം മുമ്പ് നമുക്കൊരു ചിക്കൻ ഗുനിയ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കും പറ്റിയിട്ടോ. ആ സമയത്ത് എനിക്ക് എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കിയതാണ് ആദ്യം, മുറിവെണ്ണ. അതിലാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ തേച്ച് എൻ്റെ മേലെ ഞാൻ ഉഷാറാവാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ ചോദിച്ചു വന്നു. അങ്ങനെ അവർക്ക് കൊടുത്തു. എല്ലാവരും അറിയാൻ തുടങ്ങി. പിന്നെ കുടുംബശ്രീ നമ്മുടെ പഞ്ചായത്തിലൊക്കെ അറിഞ്ഞപ്പോൾ അന്നത്തെ ദാസാർന്നുണ്ട്. ദാസാറാണ് പറഞ്ഞത്, ഹീരെ നമുക്കിത് കുറച്ച് കുടുംബശ്രീയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റും. നമ്മൾ സ്റ്റാൾ ഇടുന്നുണ്ട് കുടുംബശ്രീന്റെ. കാക്കനാടാണ് ഫസ്റ്റ് സ്റ്റാൾ തുടങ്ങുന്നത്. അന്നേരം ഞാൻ ഉണ്ടായില്ലേ, ആ സ്റ്റാളിൽ പോയി നമുക്ക് വിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോനെ പ്രസവിച്ചിട്ട് ഒരു 6 മാസേ ആയിട്ടുള്ളൂ. അവനെയും കൊണ്ടാ ഞാനീ പോകേണ്ടത്. ഇവിടെ ഉണ്ട്, BSc നഴ്സിംഗ് കഴിഞ്ഞു. അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 പേര് ഞാൻ ഇതിൽ തന്നെ, ഈ തൊഴിലുകൊണ്ട് തന്നെയാണ് എൻ്റെ 3 മക്കളിനെയും പഠിപ്പിച്ചത്. മൂത്ത 2 പേര് NTTF ടൂളണ്ടായിയാ പഠിച്ചത്. മൂന്നാമത്തെ മോൻ പിന്നെ ഇച്ചിരി പ്രായമായിട്ട് എനിക്ക് കിട്ടിയതാ 40 വയസ്സിൽ. ഇപ്പൊ 22 വയസ്സായി. അപ്പൊ അവനെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയി. മിഞ്ഞാന്ന് റിസൾട്ടും വന്നു, പാസ്സായി. ഏകദേശം അപ്പോൾ 22 വർഷത്തോളമായി ഒരു മേഖല. 2 വർഷത്തിലെ വൈദ്യയുടെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടും നൽകി വരുന്ന ചികിത്സകൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ളതാണ്? ഞാനിപ്പോ ചെയ്യുന്നത്, ആദ്യം ഷുഗർ ആയിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ സോറിയാസസ്, എത്ര പഴകിയ സോറിയാസസ് ആയാലും നമുക്ക് മാറ്റി കൊടുക്കാം. ഒപ്പം തന്നെ PCOD, ഒരുപാട് ലേഡീസിന് ഇപ്പോൾ PCOD വന്നിട്ടുണ്ട്. അതേപോലെ മൈഗ്രെയിനും പിന്നെ കുട്ടികളുണ്ടാവാത്ത ആ പ്രശ്നത്തിനുള്ള ഇതും പരിഹാരവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. PCOD എന്ന് പറഞ്ഞാൽ വലിപ്പ ചെറുപ്പം ഇല്ലാണ്ട് PCOD പേഷ്യൻസ് വരുന്നുണ്ട്. 9 വയസ്സായ ഒരു കൊച്ചു മുതൽ 36-40 വയസ്സായവർക്കും PCOD ഉണ്ട്. അത് നമുക്ക് മരുന്നിലെ കൂടെ തന്നെ, ഓപ്പറേഷൻ ചെയ്യാനോ മറ്റേതൊന്നും ഞാൻ ചെയ്യുന്നില്ല, പച്ചമരുന്നിൽ കൂടെയാണ്. എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കുറച്ച് മെഡിസിൻ ഉണ്ടാക്കുകയാണെങ്കിലും ആ മരുന്ന് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക. അതാണ് ഈ 22 വർഷം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കള്ളത്തരം ഒരു മാറ്റവും വരുത്തില്ല. അന്നുള്ള മരുന്ന് തന്നെയാണ്. പഴയ ആൾക്കാർക്ക് അറിയാം, അന്നും മരുന്ന് ഇന്നും മരുന്ന് അതേ സെയിം മരുന്ന്. അന്നത്തെ കൂട്ട് തന്നെ ഇപ്പോഴും മരുന്നുകൾ ഇപ്പൊ ഞാൻ പൈസ കൊടുത്തിട്ടാ വാങ്ങണം. അത് കാരണം മരുന്നുകൾക്ക് ഇച്ചിരി വില കൂടിയിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ ചുറ്റുപാടും ഒന്നും കിട്ടാനില്ല. ഞാൻ പല ഭാഗത്തുനിന്ന് അപ്പോൾ മരുന്ന് എടുക്കുക. എനിക്ക് ചേർത്തലയിൽ നിന്ന് വരുന്നുണ്ട്, പട്ടിക്കാട് നിന്ന് വരുന്നുണ്ട്, നമ്മുടെ നേരിമംഗലം ഭാഗത്തുനിന്ന്, കവളങ്ങാട് ഭാഗത്തുനിന്ന്, അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇപ്പൊ എനിക്ക് വനപ്രദേശത്ത് നിന്നാണ് മരുന്ന്. നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. പിന്നെ എനിക്ക് ഞാൻ മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ എല്ലാം നല്ല സാധനങ്ങളായിരിക്കണം. അത് കാരണമാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഹീര വൈദ്യരുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വിശ്വസിച്ച് നമുക്ക് വൈദ്യരുടെ അടുത്ത് എത്താം. കാരണം ഒരുപാട് മേഖലകളിൽ നമ്മളുടെ സമയവും സാമ്പത്തികവും ചെലവഴിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാത്ത രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പഴക്കം ചെന്ന തലവേദന, അതുപോലെ തന്നെ PCOD പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് തരുന്നൊരു വൈദ്യരാണ്. ഈ ഒരു വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റ് വളരെ സത്യസന്ധതയോടുകൂടി, അത് ക്വാളിറ്റിയോടുകൂടിയാണ് ഓരോ മരുന്നുകളും ഇവിടെ നിന്നും ഓരോ പേഷ്യൻറ്റിനും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ വൈദ്യയുടെ ഈ ഒരു വിജയം. മാഡം, അതുപോലെ തന്നെ
അൾസറിന് എത്ര പഴകിയ 32 വർഷമായിട്ടുള്ള ഇപ്പോഴും ഉണ്ട് ആ പയ്യൻ ബേസിൽ പറഞ്ഞിട്ടുള്ള ഒരു കൊച്ച്. അയാളാണ് എനിക്ക് എൻ്റെ അടുത്ത് ഏറ്റവും പഴകിയത് വന്നിട്ടുള്ളത്. 7 വർഷം 7 ഇത് ലക്ഷറിൽ പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് മാറാണ്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് 3 മാസം കൊണ്ട് അയാൾക്ക് മാറിയിട്ട് അയാളിൽ വഴി എനിക്ക് ഒരുപാട് പേഷ്യൻസിനെ കിട്ടിയിട്ടുണ്ട്. അൾസർ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് അസുഖമാണെങ്കിലും ഞാൻ ഒരു 5 ടെസ്റ്റിന് കൊടുക്കും. ആ ബ്ലഡ് ടെസ്റ്റ് എനിക്ക് നിർബന്ധമാണ്. കണ്ടിട്ട് അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണത്. പിന്നെ നിങ്ങളുടെ കൈയും കൂടി ഒന്ന് നോക്കും. അതിന്റെ വേരിയേഷൻ വരുമ്പോ നിങ്ങൾ എന്താ പറയണെന്ന് അറിയില്ല. നിങ്ങളെ പിടിച്ച് ആ സമയത്ത് എന്റെ മനസ്സിൽ എന്ത് വരുന്നോ അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിരിക്കും. എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് എങ്ങനെയാ ഇത് പറയാൻ പറ്റുന്നത്. എനിക്കറിയില്ല, സത്യം പറഞ്ഞ് ഞാൻ അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. വലിയ ഡോക്ടർമാരെ പോലെയുള്ള പഠിപ്പൊന്നും എനിക്കില്ല കേട്ടോ. പറഞ്ഞിട്ട് ഞാൻ കൈ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് രോഗീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള മരുന്ന് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അയച്ചു കൊടുക്കും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വൈദ്യനെ നേരിട്ട് വന്ന് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വീടുകളിൽ അഡ്രസ്സിലേക്ക് ഈ മരുന്നുകൾ എത്തുന്നതായിരിക്കും, അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വൈദ്യയുടെ ഓരോ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള മരുന്നുകൾ, അതിനകത്ത് മരുന്ന് ഒരു മാറ്റവും ഇല്ല. അത് എവിടെ നിന്നായാലും കളക്ട് ചെയ്ത്, ഇപ്പം പറഞ്ഞ വനമേഖലയിൽ നിന്നും നേര്യമംഗലം പോലുള്ള വനമേഖലയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിൽ നിന്നുമൊക്കെയാണ് ഇതിന് മരുന്നിന് ആവശ്യമായിട്ടുള്ള കൂട്ടുകൾ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെയധികം വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ എത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു രോഗത്തിനൊരു ശമനം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഹീരവൈദ്യരുടെ ഈ ഒരു ചികിത്സാലയം. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അൾസർ പല വിധത്തിൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ട്. കുടൽപുണ്ണ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയുമെങ്കിലും അതിന് 2 ടൈപ്പ് ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സെപ്റ്റിക് അൾസറും സാധാരണ നോർമൽ അൾസറും. ഇത് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, എത്ര ആൾക്കാരെ ഏത് ആണായാലും പെണ്ണാവട്ടെ ഭക്ഷണം കഴിച്ച് രാത്രി ഒരു 10 മിനിറ്റെങ്കിലും നടന്നിരിക്കണം. ചെരുപ്പ് ഇടാണ്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് പതുക്കെ വായ തുറന്ന് ശ്വാസം വിട്ടാൽ എത്ര വയറ്റിൽ നിന്ന് പോവാത്തവർക്ക് നിങ്ങൾക്ക് ശോധന ഉണ്ടായിരിക്കും. അൾസർ എന്ന് പറയണതിന് ശോധന ഇല്ല. ചിലവർക്ക് ആട്ടുംകാട്ടം പോലെ സാധാരണ ഉറച്ചു പോവുക, ചിലർ പൊട്ടി വരുന്നുണ്ട് ആ ഭാഗത്ത്. അൾസറിന്റെ പ്രശ്നമാണ്. അതുപോലെ പുളിച്ചു തേട്ടി വരിക, വായിൽ ഇങ്ങനെ പുളിച്ചു തേട്ടി വന്നിട്ട് നാവിലൊക്കെ ഇങ്ങനെ പോളം പോലെ വരിക, അതൊക്കെ ഉണ്ട് ഓരോരുത്തർക്ക്. ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് അൾസർ വന്ന് ഒരു കുഴപ്പമില്ല ചേച്ചി, എന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് നിങ്ങൾ മരുന്ന് കഴിച്ചോ, ഞാൻ തരുന്ന മരുന്ന് നിങ്ങൾ ഒരു 45 ദിവസം കഴിക്കേ, എന്നിട്ട് അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറ, എന്നിട്ട് ഞാൻ മരുന്ന് കൂട്ടിത്തരാം. ആദ്യം അത് ചെയ്യുന്ന പറയും. അങ്ങനെ എത്രയോ പേര് വന്നിരിക്കണോ. അവര് വിചാരിച്ച് ഇപ്പം നമ്മുടെ മെഡിക്കൽ പറയണതിന് ബുദ്ധിമുട്ട് വേണം. കോലഞ്ചേരി മെഡിക്കലിൽ ഒരു ഡോക്ടറുടെ ഒരു അമ്മയുണ്ട്. അവള് ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സിച്ച് വന്നു. അവസാനം അവൾക്ക് സെപ്റ്റിക് അൾസർ ആയിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ പൊട്ടാറായിട്ടുള്ള വിധത്തിലായിരുന്നു. ഇപ്പൊ അതേ മോള് എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മരുന്ന് നിർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും അവൾക്ക്. ആ സമയത്ത് ഓടിക്കൊണ്ട് വീണ്ടും വരും മരുന്നിന്. നമ്മുടെ ഇപ്പം പ്രേക്ഷകർക്കുള്ളൊരു സംശയമായിരിക്കും, വൈദ്യയുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ കഴിഞ്ഞാല് ഇതിന് പഥ്യം നിർബന്ധമാണോ? പഥ്യം എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനൊക്കെ കഴിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് വേണ്ടത് ഏത് മരുന്ന് കഴിക്കുമ്പോൾ ചെറുനാരങ്ങ കഴിക്കരുത്, പക്ഷെ ഓറഞ്ച് മുസമ്പിയും അതൊക്കെ കഴിച്ചോളൂ. പിന്നെ മുട്ട മയോണീസ്, കോഴിമുട്ട താറാമുട്ട, പക്ഷെ കോഴിയിറച്ചിയൊക്കെ കഴിക്കാട്ടോ. കോഴിമുട്ട മയോണീസ് താറാമുട്ട കഴിക്കരുത്. പപ്പടം, സോഡാപ്പൊടി നല്ലോണം ഉണ്ടായിരുന്നു. പപ്പടം, പച്ച മോര് കുടിക്കരുത്, പക്ഷെ കേട് കഴിക്കും. മീൻസ് എന്താ പറയാ, കട്ടത്തൈര് അത് കഴിക്കാൻ പറ്റും. മോര് കറിയൊക്കെ വെച്ച് കഴിക്കാട്ടോ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് കോളിഫ്ലവർ, കാബേജ്. സ്റ്റോൺ എന്തായാലും ഉണ്ടാവും. അങ്ങനെ കഴിക്കുന്നവർക്ക് മിക്കവർക്കും സ്റ്റോൺ ഉണ്ട്. ഇവിടെ വന്ന് ഞാൻ പറയുമ്പോഴാണ് ഓരോരുത്തർക്ക് അതിനെക്കുറിച്ച് അറിയണത്. ഈ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ അതൊന്നും വലിയ ആനക്കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരു 45 ദിവസം കൊണ്ട് അവർക്ക് ശരിക്കും അതിന്റെ റിസൾട്ട് കിട്ടും. നല്ലോണം ചൂടുവെള്ളം കുടിക്കണം. പച്ച മരുന്നാണ് ഞാൻ തരുന്നത്. എനിക്ക് നിർബന്ധമായിട്ട് ഒരു 3-4 ലിറ്റർ ചൂടുവെള്ളം, അതിൽ ചായ ആവട്ടെ കാപ്പി ആവട്ടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, പക്ഷെ ചൂടുവെള്ളം നിർബന്ധമാണ്. എനിക്ക് ചൂടുവെള്ളം രാവിലെ ഒരു ദിവസം കുടിക്കണം. ധാരാളം ഭക്ഷണം, എത്ര തടി വെച്ചവർക്കും ഫുഡ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് തന്നെ കുറഞ്ഞോളും. അതുപോലെ രാത്രി ഭക്ഷണത്തിന് ശേഷം നടക്കണം. അത് കൺഫേം ആണ്. അതേപോലെ ഞാനൊരു എണ്ണ തരും നീർക്കെട്ടിന് വേണ്ടിയിട്ട് തലയിലത്തെ,
ആ നെറുകയിലിട്ട് രാവിലെ കുളിക്കുകയും വേണം. അത് കുളിച്ചു കഴിഞ്ഞാൽ എത്ര കഫമുള്ളവരൊക്കെ ആയാലും ഫാറ്റ് ലിവർ ആയിരിക്കും നിർബന്ധമായിട്ട്. ഇപ്പം ഇന്നിപ്പോൾ ഒരു കൊച്ചു വന്നൊരു പോലീസുകാരൻ്റെ ഭാര്യ, അവൾ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ട് വന്ന് ഇടുക്കിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, നേരിമംഗലത്ത് നിന്ന്. അവിടുത്തെ പോലീസുകാരൻ്റെ ഭാര്യ, അവൾ പറഞ്ഞു ചേച്ചി 1 മാസം കൊണ്ട് അവൾക്ക് എത്ര വ്യത്യാസം വന്നെന്നറിയോ? അത് കാരണം ഓടിക്കൊണ്ട് വന്നു. നീർക്കെട്ടുണ്ടായിരുന്നു, ESR ഭയങ്കരമായിരുന്നു അവൾക്ക്. ഇന്നിപ്പോൾ വന്നിട്ട് പ്ലേറ്റിൽ നല്ലോണം കൂടി. അപ്പോൾ അവൾ പറയും ഇനിയിപ്പോൾ ജോയിൻറ്റ് പെയിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു ചോദിച്ചാൽ എനിക്കിപ്പോൾ പണികൾ ചെയ്യുക, കുനിഞ്ഞ് നിവർന്ന് മിറ്റടിക്കാൻ പറ്റും, അലക്കാൻ പറ്റും, അതൊന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നൊരു സ്ത്രീയായിരുന്നു അത്. ഇപ്പം ഇന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷം അവൾക്ക്. എടി കഴിഞ്ഞ 5/1 വന്നത്, ഇന്നിപ്പോൾ 6/2 ആയിട്ടുള്ളൂ. 6/2 അത്രേ ആയിട്ടുള്ളൂ. 6/2 1 മാസം കൊണ്ട് അവൾക്ക് എത്ര വ്യത്യാസം വന്നു. അവൾ പറയും എനിക്ക് സുഖമായപ്പോൾ ഞാൻ അവിടെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിലത്തെ ഒരു പയ്യൻ വന്നോട്ടോ അവിടെ. ഇങ്ങനെയുള്ള ഈ നല്ല റിസൾട്ട് കിട്ടി അവര് നമ്മളിലേക്ക് ഒരു സന്തോഷം അറിയിക്കുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമല്ലേ, നമുക്കൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ചികിത്സക അത് കാരണം നമുക്ക് ഇപ്പോഴല്ലേ ഈ ഫോൺ ഇതൊക്കെ കണ്ടത്, പണ്ടൊക്കെ നമുക്ക് ഉണ്ടോ? ഓരോരുത്തർ പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള അറിവല്ലേ നമുക്ക്. ഒരാളുടെ മാറുമ്പോ അവര് വേറെ ആൾക്കാരോട് പറയും, അങ്ങനെയുള്ള അറിവായിരുന്നു എനിക്ക് വന്നത്. ഓക്കെ, താങ്കളിലേക്ക് എത്തുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു ഒരു ചികിത്സ നൽകി അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരം കാണുന്നതിനൊപ്പം പൊതുപ്രവർത്തന മേഖലയിലും താങ്കൾ സജീവമാണ്. ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ മരുന്ന് പൈസ ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ മരുന്ന് കുറേയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചാരിറ്റബിളുടെ ഭാഗമായിട്ട് കുറേയൊക്കെ മരുന്ന് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുടുംബശ്രീ വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. IRDP DRDA വഴി, IRDPയിലും പിന്നെ കുടുംബശ്രീ വഴി. കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ എന്നാണ് എനിക്ക് ഇൻസാറ്റ് ആയുർവേദിക് എന്നുള്ള ബ്രാൻഡ് നെയിം തന്നത്. അതേപോലെ തന്നെ TDU സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. ബാംഗ്ലൂരിൽ നിന്ന് ഡോക്ടർമാരും വൈദ്യന്മാരൊക്കെ ഇവിടെ വന്നിട്ട് അവരും എനിക്ക് TDU സർട്ടിഫിക്കറ്റ്. അത് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചികിത്സിക്കാം. എൻ്റെ മരുന്ന് പിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ധൈര്യമായിട്ട്. അതിലൊരു കെമിക്കലിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്തോ, എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ ഡ്രഗ് കൺട്രോളിൽ ഒരു സാറും ഇവിടെ വന്നിട്ടുണ്ട്. സാറിനോടും ഞാൻ പറഞ്ഞു യൂറിക് ആസിഡ്, അവർക്ക് സാറിന് കുഴപ്പം യൂറിക് ആസിഡ് ആയിരുന്നു. യൂറിക് ആസിഡ് എത്ര യൂറിക് ആസിഡ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട, 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. കൺഫേം, അതിന് ഒരു മാറ്റവും ഇല്ല. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. വൈദ്യയുടെ പ്രവർത്തനം ലോകം അറിയുന്നതിൽ, ഞങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വൈദ്യരുടെ അടുത്ത് എത്തുക. വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ അതിനൊരു സൗകര്യം. കാരണം വിളിച്ചിട്ട് വരണം. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. 2 നമ്പരും നമ്മളിപ്പം താഴെ കാണിക്കുന്നുണ്ട്. ഈ 2 നമ്പറിലും വിളിച്ചിട്ട് വരിക. അല്ലാതെ വരുന്നവർക്കുണ്ടെങ്കിൽ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ വാളകത്താണ്. എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക. 2 കിലോമീറ്റർ വന്നാലും 2 കിലോമീറ്റർ. എന്തായാലും വൈദ്യയെ കോൺടാക്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അതുപോലെ നിങ്ങൾക്ക് സൗകര്യമൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് വരാൻ കഴിയും. എങ്കിലും വളരെയധികം സന്തോഷമുണ്ട് വൈദ്യർ, താങ്കളുടെ ഇനിയും ഈ പ്രവർത്തനം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു അവർക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.